കൊല്ലം പാരിപ്പള്ളി IOC ഗ്യാസ് പ്ലാന്റിൽ ഡ്രൈവർമാർ പ്രതിഷേധത്തിൽ. സിലിണ്ടർ വിതരണം അട്ടിമറിക്കാൻ തമിഴ്നാട് ലോബി ശ്രമിക്കുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ ഏജൻസികളിലേക്ക് തിരുനെൽവേലിയിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറുകൾ എത്തിക്കുന്നത് മൂലം ജോലി നഷ്ടപ്പെടുന്നു എന്നാണ് ഡ്രൈവർമാരുടെ ആരോപണം. കൊല്ലം പാരിപ്പള്ളിയിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റിൽ ജോലി ചെയ്യുന്ന ട്രക്ക് ഡ്രൈവർമാരാണ് പരാതിപ്പെടുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഗ്യാസ് സിലിണ്ടറുകൾ പ്ലാന്റിൽ നിന്ന് തിരുനെൽവേലി പ്ലാന്റിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ച് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾ അവിടെ നിന്നും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ ഗ്യാസ് ഏജൻസികൾക്ക് കൈമാറുന്നു എന്നുമാണ് പരാതി. ഇതുമൂലം പാരിപ്പള്ളി പ്ലാന്റിലെ ഡ്രൈവർമാർക്ക് ജോലി നഷ്ടമാകുന്നു എന്നും ഇവർ ആരോപിക്കുന്നു. കേരളത്തിലെ XMI വണ്ടിക്ക് പോലും ഇവിടെ ഓടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ ഉള്ള വണ്ടിയൊക്കെ ലോഡ് കിട്ടുന്നില്ല. രണ്ട് ഭാഗത്തും തിരുനെല്ലിയിൽ നിന്ന് വണ്ടികൾ ഇവിടെ വരുന്നുണ്ട്, ഇവിടെ നിന്ന് ലോഡ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ലോഡുകൾ കേരളത്തിലോട്ടും വരുന്നുണ്ട്. രണ്ട് ഭാഗത്തു നിന്ന് ഞെരുക്കിയിട്ട് നമ്മളെ കേരളത്തിലുള്ള തൊഴിലാളികൾക്കും IOC പ്ലാന്റിന് തന്നെ ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് തന്നെ നഷ്ടമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവർമാർക്ക് നേരത്തെ ദിവസവും ഓരോ ട്രിപ്പുകൾ വീതം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത് ആഴ്ചയിൽ 3 എന്ന ക്രമത്തിലേക്ക് മാറിയെന്നും ഡ്രൈവർമാർ പരാതിപ്പെടുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള 90 kg സിലിണ്ടറുകൾ ഇവിടെ വിളിച്ചു വരുത്തി അവർ ഇവിടുന്ന് പിന്നെ 10ഓളം ലോഡ് ഒരു ദിവസം ഇവിടുന്ന് ലോഡായി കൊണ്ടുപോകുന്നു. അതും നമ്മൾക്ക് നഷ്ടമാകുന്ന ലോഡുകളാണ് ചെയ്യുന്നത്. ഒരു ദിവസം എങ്ങനെയായാലും 3 ദിവസം കൂടുമ്പോഴാണ് ഒരു ഡ്രൈവർക്ക് ഒരു ലോഡ് കിട്ടുന്നത്. അതുപോലെ 10-12 ലോഡൊക്കെയാണ് ഒരു ഡ്രൈവർക്ക് ഇവിടെ ഒരു മാസം കിട്ടിക്കൊണ്ട് 25 ലോഡ് വരെ കിട്ടിക്കൊണ്ടിരുന്ന ഡ്രൈവർക്ക് ഇപ്പം 12 ലോഡ് പോലും തേച്ച് കിട്ടാത്ത സാഹചര്യത്തിലേക്കാണ് വന്നേക്കുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 8 ലോഡ് സിലിണ്ടറുകളാണ് ദിവസവും പാരിപ്പള്ളിയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ ഏജൻസികളിലേക്ക് എത്തിക്കുന്നതിലൂടെ IOCക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇനത്തിൽ വലിയ തുക നഷ്ടമാകുന്നുമുണ്ട്. തമിഴ്നാട്ടിലെ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാരും ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുമാണ് ഇതിന് പിന്നിലെന്നാണ് ഡ്രൈവർമാരുടെ ആരോപണം. പാരിപ്പള്ളിയിലെ പ്ലാന്റിൽ നിന്നും കുറഞ്ഞ ചെലവിൽ തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ള ഏജൻസികൾക്ക് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് എത്തിക്കാമെന്നിരിക്കെയാണ് ഉദ്യോഗസ്ഥരുടെ ഈ നടപടിയെന്നും ഇവർ ആരോപിക്കുന്നു. ജനം, കൊല്ലം.